എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൂന്നാർ യാത്രയുടെ 5ാമത്തെ എപ്പിസോഡിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിൽ നിന്നും ഏകദേശം ഒരു 27 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പൊന്മുടി ഡാമിന്റെ അടുത്താണ്. അതിരാവിലെ തന്നെ ആയതുകൊണ്ട് സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ടൈമിൽ വളരെ മനോഹരമായി ശാന്തമായി കിടക്കുകയാണ് നമ്മുടെ മൂന്നാറിലെ പൊന്മുടി ഡാം. പൊന്മുടി ഡാം ആണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്ത് പൊന്മുടി ഉണ്ട്, അതല്ല, ഇത് നമ്മുടെ മൂന്നാറുള്ള പൊന്മുടി ഡാമാണ്. അതിരാവിലെ സമയമായതുകൊണ്ട് വളരെ ശാന്തമായി, വെള്ളത്തിനൊന്നും ഒരു അനക്കവുമില്ലാതെ അങ്ങനെ കിടക്കുകയാണ് ഡാം. ഇപ്പോൾ ഈ സമയത്ത് തന്നെ ആളുകൾ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാറ് വരുന്നവര്, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ മൂന്നാറ് പരിസര പ്രദേശങ്ങൾ, മാട്ടുപ്പെട്ടി ഡാം അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാതെ ഒരു 27 കിലോമീറ്റർ സഞ്ചരിച്ച് രാജാക്കാട് അടിമാലി റോട്ടിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പൊന്മുടി ഡാമിലെത്താം. മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോകുന്നത് പോലെയുള്ള ഒരു സന്ദർശകരുടെ തിരക്കോ കാര്യങ്ങളോ നമ്മുടെ ഈ ഡാമിലില്ല. പക്ഷേ ഈ ഡാം വളരെ മനോഹരമായ ഒരു ഡാമാണ്. വളരെ ശാന്തമായ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാമിലേക്ക് വരുന്നവർക്ക് വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നാടുകാണി സൺറൈസ് വ്യൂ പോയിന്റ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള കാഴ്ചകൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ കാണുന്ന പൊന്മുടി ഡാമിൻ്റെ കാഴ്ചകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് മൂന്നാർ വന്നിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ പൊന്മുടി ഡാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വഴിയും കാര്യങ്ങളും ഒന്നും പറയാത്തത്. അപ്പോൾ സഞ്ചാരികളൊന്നും ജീപ്പ് കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഡാമിന്റെ മുകളിലേക്കുള്ള റോഡ് ഇങ്ങോട്ട് വന്നിട്ട് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ട്രക്കിംഗ് ഉണ്ട്. ജീപ്പിന് നമുക്ക് ട്രക്കിംഗ് ഉണ്ട്. പാമ്പനാർ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ്, അത് 4 വീൽ ജീപ്പ് മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ. 4 വീൽ ഡ്രൈവ് ആണ്. റോഡ് വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. അപ്പൊ ഞാൻ വ്യൂ പോയിന്റ് അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഞാനിപ്പോ നമ്മുടെ പൊന്മുടി ഡാമിന്റെ മുകളിൽ കൂടി പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. അപ്പൊ നമ്മുടെ ഇതൊക്കെയാണ് പൊന്മുടി ഡാമിന്റെ കാഴ്ചകൾ. ഞാൻ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പൊന്മുടി ഡാമിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പൊന്മുടി ഡാമിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ റിപ്പിൾ വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ വാട്ടർഫോൾസ് നമ്മുടെ ഈ എപ്പിസോഡിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ട് റിപ്പിൾ വാട്ടർഫോൾസിൽ നിന്നും പോകുന്നില്ല. അപ്പോൾ പൊന്മുടി ഡാമിലേക്ക് വരുന്നവർക്ക് വേണമെങ്കിൽ റിപ്പിൾ വാട്ടർഫോൾസ് സന്ദർശിച്ചിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ്. കൂടാതെ നാടുകാണി വ്യൂ പോയിന്റിൽ വരുന്നവർ അവിടെ മെയിനായിട്ടുള്ളത് സൺറൈസ് ആണ്. അപ്പോൾ അതിരാവിലെ സൂര്യോദയത്തിന് മുമ്പ് വരികയാണെങ്കിൽ നമുക്ക് അതിമനോഹരമായ നാടുകാണി വ്യൂ പോയിന്റ്, അതായത് സൺറൈസ് വ്യൂ പോയിന്റിൽ നിന്നുള്ള ആ സൺറൈസും കൂടെ കണ്ട് മടങ്ങാവുന്നതാണ്. അപ്പൊ ഇതാണ് അതിമനോഹരമായ നമ്മുടെ പൊന്മുടി ഡാമിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ആ താഴെ കാണുന്ന റോഡ് വഴിയാണ് നമ്മൾ വന്നത് ഇങ്ങോട്ട്. വലിയൊരു മലയുടെ താഴെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ പൊന്മുടി ഡാം ഉള്ളത്. അപ്പോൾ ഒത്തിരി വലിച്ചു നീട്ടാതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ പൊന്മുടി ഡാം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുമല്ലോ. എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാർ യാത്രയുടെ 6ാമത്തെ എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.